യേശു ക്രിസ്തു ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളല്ല. ഈ നമ്മൾ വലിക്കുന്ന ഓക്സിജൻ ഏതെങ്കിലും പ്രത്യേക ഒരു രാഷ്ട്രീയ സംഘടനയോ മതസംഘടനയോ ഞങ്ങളുടെയാന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല. അല്ലെ സൂര്യ വെളിച്ചം. അതുപോലെയാണ് ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. സൂര്യൻ എല്ലാവർക്കും വേണ്ടി ഉദിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള അവതാരത്തെക്കുറിച്ച് എല്ലാ മനുഷ്യർക്കുമാണ്. പക്ഷേ ലേറ്റർ ഓൺ മുമ്പോട്ട് വന്നപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവർ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലേക്കൊക്കെ തിരിഞ്ഞ് ഇതൊരു മതമായിട്ട് എണ്ണപ്പെട്ടു. ഇതൊരു മതമേ അല്ല, ഇത് ഹൃദയത്തിൽ സംഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ മാറ്റം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ മദ്യത്തിന് പരിപൂർണമായി അടിമപ്പെട്ട് വീട് മുഴുവൻ അസമാധാനത്തിലായി, മക്കളെല്ലാം ഓരോ വഴിയിലായി നശിച്ചൊരു വ്യക്തി ഈ സുവിശേഷം കേൾക്കാനും ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഒരു തോന്നലോ ഒരു പ്രിൻസിപ്പിൾ കൊടുക്കുകയല്ല, യേശു തന്നെ നമ്മളിലേക്ക് വരിക വന്ന് രൂപാന്തരപ്പെടുത്തിയപ്പോൾ ഇന്ന് ആ വീട് ഒരു സ്വർഗതുല്യമായ വീടായി മാറി. ഭാര്യയെ അടിച്ചുകൊണ്ടിരുന്ന ആൾ ഭാര്യയെ സ്നേഹിക്കുന്നു, മക്കളെല്ലാം ഒന്നിച്ച് വസിക്കുന്നു. ഇത് മതം മാറ്റമല്ല. അതിനാരെങ്കിലും മതം മാറ്റമെന്ന് പേരിടുകയാണെങ്കിൽ നമ്മളെല്ലാം മാറണ്ടേ? അപ്പോൾ അതിന് പകരം കുറേ ആൾക്കാരെ ഒരു മതത്തിൽ നിന്ന്, ഒരു മതത്തിൻ്റെ വേലിക്കട്ടിൽ നിന്ന്, ഒരു പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലേക്കോ, ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു മോസ്കിലേക്കോ, മോസ്കിൽ നിന്ന് ക്രൈസ്തവ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്ത് ഗുണം? നമ്മുടെ ഭാരതീയ ചിന്തകളും നീതിസാരത്തിൽ പറയാണ്, ഹൃദയസ്ഥം ഈശ്വരം, ഹൃദയത്തിലാണ് ഈശ്വരം വസിക്കുന്നത്. ശമരിയാസ്ത്രീയോട് യേശു പറയുമ്പോൾ, നീ ഇപ്പം എന്നോട് പറഞ്ഞല്ലോ ഈ മലയിലാണ് ദൈവം തമ്പുരാനിരിക്കുന്നത്. സ്ത്രീയെ, ഈ മലയിലുമല്ല ജെറുസലേമിലുമൊന്നുമല്ല. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. മനുഷ്യൻ്റെ അന്തരാത്മാവിൽ ദൈവം വാസം ചെയ്യുന്നു. ആ ആത്മാവായ ദൈവം മനുഷ്യനായിട്ട് ഇവിടെ ഇറങ്ങി വന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകളൊന്നും പള്ളിക്കകത്തായിരുന്നില്ല. പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തു, പള്ളിയിൽ നിന്നിറങ്ങി പത്രോസിൻ്റെ വീട്ടിൽ ചെന്നു. തുടർന്ന് നമ്മൾ കാണുന്ന എല്ലാം വീടുകളില്ല. കുടുംബം, വീട്, ഈ ലോകത്തിൽ നമ്മുടെ വീട് സ്വർഗമാക്കുകയാണ്. സ്വർഗം നമ്മുടെ വീടാക്കി തരാനുമായ യേശു വന്നു. പാപത്തിൻ്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, ശാപങ്ങൾ എല്ലാം മാറ്റി ഈ ലോകത്തിൽ സമാധാനവും ജയകരവുമായൊരു ജീവിതം, പ്രശ്നമില്ലാത്തൊരു ജീവിതമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്നൊരിക്കൽ യേശു വന്നു. കർത്താവിന് നല്ല സമാധാനമായിരുന്നു. തിരമാല ചുറ്റും അടിക്കുമ്പോഴും ആ വള്ളത്തെ കിടന്നുറങ്ങുന്ന സമാധാനം, നിസ്സംഗതയല്ല, ആഴമായി തൻ്റെ പിതാവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന ദിവ്യ സമാധാനം. അതാണ് എൻ്റെ സമാധാനം, അത് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ സമാധാനം പ്രശ്നത്തിനകത്ത് കിടന്ന് പതറരുത്. ആ ദിവ്യ സമാധാനം ദൈവം എനിക്ക് വേണ്ടി ഉണ്ട്. യേശു പറഞ്ഞു, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തലേന്ന് ഒരു വലിയ സ്ഥാപനം വിദേശ രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് തുടങ്ങി വലിയ പ്രതിസന്ധിയിലായി. അദ്ദേഹം ഒരു 15 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, സംസാരിക്കുന്നില്ല, ഭാര്യ കരയുക, കൗൺസിലിങ്ങിന് വന്ന്. അപ്പോൾ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. പ്രശ്നം തീർന്നിട്ടില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർക്കും നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആദ്യം അതാണ് കർത്താവ് ഈ തിരമാലയിൽ വലയുന്ന ശിഷ്യന്മാരോട്, ചിയർ, സമാധാനം, നിങ്ങൾ ആദ്യം ഒന്ന് ശാന്തമായിക്കേ. ആ ശാന്തതയ്ക്കകത്ത് ദൈവപ്രവൃത്തി നടക്കും. അപ്പോൾ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ അകത്തൊരു വലിയ ധൈര്യം തരാൻ, പാപമോചനം തരാൻ. പാപം മോചിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണെന്നല്ല, സ്വർഗത്തിൽ പോകാൻ വരട്ടെ. ആ പാപം മോചിച്ചു, ഞാൻ കുറ്റവാളി അല്ല. ഈ ലോകത്തിലെ
പല ഭാരങ്ങളുണ്ട്, ജീവിത ഭാരങ്ങൾ, ആ ഭാരം ഈ ഭാരം. പക്ഷേ മനുഷ്യരെല്ലാം അനുഭവിക്കുന്ന ഒരു വലിയ ഭാരമുണ്ട്, പാപഭാരം. ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ചിലപ്പോൾ കഴിഞ്ഞ നാളുകളെടുത്ത തീരുമാനങ്ങൾ, ആ ഡിഗ്രി പഠിക്കണ്ടായിരുന്നു, വിളക്കെട്ടുണ്ടായിരുന്നു, ആ കാര്യം ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്നലെ എൻ്റെ അടുക്കൽ വന്നയാളും അദ്ദേഹം വിദേശത്താണ്, ഇവിടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, തന്നെ അങ്ങ് ഹോണ്ട് ചെയ്യുകയാണത്. അതെനിക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നി. അപ്പോൾ ഭാര്യ പറയും, എൻ്റെ ബ്രദറെ അതാ പ്രശ്നം, ഇത് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണമായിരുന്നു, ഇച്ചിരി പ്രശ്നത്തിലാണ്, അവിടെയല്ലേ ദൈവത്തിൻ്റെ കരം കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ബലപ്പെട്ടു. ഉറങ്ങുന്നില്ലായിരുന്നു. ഇന്ന് രാവിലെ ഇതുവരെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, ഉറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വൈകിട്ട് വേറൊരു അമ്മയും മോളും കൂടെ വന്നു. അവരുടെ വീട്ടിൽ വളരെ പ്രയാസമുള്ള ചില പ്രതിസന്ധികളുണ്ട്. അവർ ആരാധനയ്ക്ക് സഭയിലൊക്കെ പോകുന്നവരാണ്. പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തോന്നും, പുള്ളിക്കാരത്തിക്ക് എന്തോ ഈ മനഭാരമെല്ലാം കൂടെ കയറിയിട്ട് എൻ്റെ ഒരു പുറത്ത് ഒരു അയ്യോ എനിക്ക് പുറത്ത് ഭയങ്കര, എനിക്ക് കസേര പോലും ഇരിക്കാൻ മേല. ഞാൻ ചോദിച്ചു ഉറക്കമുണ്ടോ? എൻ്റെ ബ്രദറെ ചൊവ്വയൊന്ന് ഉറങ്ങിയിട്ട് നാളുകളെ. ഇന്നിപ്പോൾ രാവിലെ നീന എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ആൻറ്റി ചെന്നപ്പോൾ മുതൽ സുഖമായിട്ട് ഉറങ്ങി, എൻ്റെ മനസ്സിലെ ആ ഭാരം പോയി. അപ്പം ഞാനെടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയി. അതുപോലെ ഇന്നലെ തന്നെ വേറൊരു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കൂടെ വന്നിപ്പോൾ അവർ ഹൈദരാബാദിലാണ്. വളരെ സാധു മീൻസ് സാമ്പത്തികത്തിൽ നല്ല കുഞ്ഞു കാര്യങ്ങളിൽ പോലും സോറി പറയുന്ന ഒരു ആൻറ്റിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരു 10-12 വർഷം വന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരികയും പിന്നെ സോറി പറയുക. ആൻറ്റി ഞാൻ അന്ന് വല്ലതും പറഞ്ഞു, ഈ പുള്ളിക്കാരത്തി ഒന്നും ഞങ്ങളിനിയും വല്ലതും പറഞ്ഞാലേ ഉള്ളൂ. ആവശ്യമില്ലാത്തൊരു കുറ്റബോധം, അത് ഭയങ്കര ഭീകരമാണ്. ഇപ്പം എല്ലാവരും പാപമൊക്കെ മോഹിച്ച് സ്വർഗത്തിൽ പോകാനിരിക്കുക. പക്ഷെ ഇവിടെ വെച്ച് തന്നെ ആ യേശു ക്രിസ്തു നമ്മുടെ പാപം എടുത്ത് മാറ്റി. തെറ്റ് പറ്റിയെന്നേ, കുരിശിൽ കിടന്ന കള്ളൻ നീതിമാനായിട്ട് കുറച്ച് മിനിറ്റെങ്കിലും ഈ ലോകത്ത് ജീവിച്ചല്ലോ, ആ ചാകുന്നവരെ. ഞാൻ പാപിയല്ല. ഒരു കള്ളന്, എന്നെ കേൾക്കുന്ന ആരാ തെറ്റ് പറ്റാത്ത? വിശ്വാസികൾക്ക് തെറ്റ് പറ്റുന്നില്ലേ? പാസ്റ്റേഴ്സ് നമ്മൾ പെർഫെക്റ്റ് ആണോ? അപ്പോൾ അറിയാതെ നമ്മളെ പാപഭാരം ഹോണ്ട് ചെയ്യും. ഞാനൊരു വേദഭാഗം വായിക്കാം. യേശുക്രിസ്തു വന്ന മതം സ്ഥാപിക്കാനല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ എടുത്ത് മാറ്റാൻ, ജയകരമായൊരു ജീവിതം ഈ ലോകത്ത് ജീവിക്കാൻ. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. പൗലൂസൊക്കെ ഒരു കപ്പലിൽ തന്നെ റോമിലേക്ക് കൊണ്ടുപോവുകയാണ്. താൻ അപ്പീൽ കൊടുത്തു റോമൻ കൈസർക്ക് എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിൽ. തൻ്റെ കേസ് സുവിശേഷ നിമിത്തം താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവിടുന്ന് റോമിലേക്ക് പോകുമ്പോൾ ആ കപ്പൽ വലിയ തിരമാലയ്ക്കകത്ത് പെട്ടു. 15 ദിവസം, അരമാസം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ സൂര്യനെ കണ്ടിട്ടില്ല. പകലും രാത്രി ഒരുപോലെ ആടി ഒലയുമാണ്. ഈശാലമൂനിൽ നിന്ന് കൊടുങ്കാറ്റടിച്ചു. ആക്സ് 27 വായിച്ചു നോക്കിയാൽ മതി. രക്ഷപ്പെട്ടത് മാൾട്ട എന്ന് പറയുന്നത്, നമുക്ക് മെഡിറ്ററേനിയൻ ഉണ്ട്, നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ മാൾട്ടയിൽ ജോലിക്കാരുണ്ട്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മാൾട്ട എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ, പഴയൊരു മലയാളത്തിലെ പ്രയോഗം. ബർബരൻ എന്ന് പറഞ്ഞാൽ, ബാർബേറിയൻ എന്ന് പറഞ്ഞാൽ ഭാഷ അറിയാൻ മേലാത്തവർ. അപ്പം നമ്മൾ അരുണാചലിലൊക്കെ ഞാൻ ആദ്യം ചെന്നപ്പം ക്വാങ് നോക്കേണ്ട അവർ പറയും, നമുക്കൊന്നും പിടി കിട്ടുന്നു. അപ്പോൾ അവർ എനിക്കും ബർബരന, ഞാൻ അവനും ബർബരന. ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ട്. ഈ കപ്പൽ തകർന്നു പോയി. ഇവർ നീന്തിയൊക്കെ 276 പേരും കരയ്ക്ക് പറ്റി. പൗലൂസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ഒരണലി, ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ അസാധാരണ ദയ കാണിച്ച ഇവർ പറയാണ്, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ. അവർ വിധിക്കുകയാണ്, സംശയമില്ല.
കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി ദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ഈ റോമൻ ഗ്രീക്ക് ചിന്താഗതിയിൽ നീതിയുടെ ഒരു ദൈവം, നമ്മൾ ഈ നിയമത്തിൻ്റെ അടയാളം കണ്ടിട്ടില്ലേ? കണ്ണിങ്ങനെ കറുത്ത ഒരു തുണി കൊണ്ട് കെട്ടി ഒരു ത്രാസം പിടിച്ച് നിൽക്കുന്നു. അത് അടക്കം അങ്ങനെ ഒരു കൺസെപ്റ്റുണ്ട്. അപ്പം എന്നേലും കുഴപ്പം കാണിച്ചാൽ തകർത്ത് കളയുന്ന, കരുണ കാണിക്കാത്ത, പഴയ നിയമ ന്യായപ്രമാണത്തെക്കുറിച്ചും എബ്രായ ലേഖനം പറയാണ്, ന്യായപ്രമാണപ്രകാരം തെറ്റുപറ്റുന്നവർക്ക് കരുണ കൂടാത്ത ന്യായവിധി. നിയമത്തിന് കണ്ണില്ല, കരുണയൊന്നും കാണിക്കില്ല. അപ്പോൾ അതാണ് ഇവൻ്റെ ഈ പ്രശ്നത്തിന് കാരണം. ഇവൻ ചെയ്ത തെറ്റാണ്. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ പൗലൂസോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ചവർ കാത്തു. ഈ പാമ്പ് കടിച്ച അങ്ങനെ വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്ത് ഒന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. കൊലപാതകൻ 5 മിനിറ്റ് മുമ്പേ വിളിച്ചവരിപ്പം ദൈവമാണ്. തുടർന്ന് ആ നാട്ടുകാരെല്ലാം അവിടുത്തെ രോഗികളെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് വലിയൊരു ഉണർവായിട്ട് അവിടെ മാറി. ആ പ്രതിസന്ധിയെ നന്മയാക്കി മാറ്റി. അപ്പം ഇവിടെ പൗലൂസിൻ്റെ മനോഭാവം, അപ്പം ഞാൻ ഇപ്പോൾ പറയും, ആ കയ്യെ കടിച്ച പാമ്പിനേക്കാൾ ഭയങ്കര പാമ്പാ ചുറ്റും നിന്ന പാമ്പുകൾ. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. നമ്മളെ കുത്തി മുറിവേൽപ്പിക്കുന്ന നിങ്ങളുടെ വീട് നരകമാക്കണോ? തമ്മിൽ പഴിചാരി നോക്കുക, നരകമായി വേഗം കിട്ടും. നീ കാരണം. ഒരു സഭ നരകമാക്കാൻ വളരെ എളുപ്പം. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആ സഭ. പാസ്റ്റർ കുഴപ്പം, നീ കുഴപ്പം. കുറ്റം ചുമത്തുന്നിടം നരകം. കുറ്റം ആരോപിക്കുക. പ്രിയരെ, വാസ്തവത്തിൽ സംഭവിച്ചത് നമ്മളൊക്കെ കുറ്റം ചെയ്തെന്നേ. നമ്മൾ ഭയങ്കര കൊലപാതകികളെയൊക്കെ കുറ്റക്കാരായിട്ട് പറയും. അയ്യോ, വിഷം കൊടുത്തു കൊല്ലുന്നു, സൈനഡ് കൊടുത്തു കൊല്ലുന്നു, പാമ്പിനെ കടിപ്പിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യേശുക്രിസ്തു പറയാണ്, സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുന്നവൻ കൊലപാതകന്, ഫൂൾ, അവന് കൊള്ളരുതാത്തവൻ. അപ്പം നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ വെച്ച് നോക്കുമ്പോൾ പുറമേ കൊല്ലണമെന്നില്ല. തേജോവധം എന്നൊക്കെ പറയുന്ന പദം അങ്ങനെയാണ് ഉണ്ടായത്. നമ്മൾ കൊലപാതകികളാണ്. സ്ത്രീയെ വ്യഭിചാരം ചെയ്യേണ്ട, പുരുഷനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടേണ്ട, ഹൃദയം കൊണ്ട് മോഹത്തോടെ നോക്കിയാൽ വ്യഭിചാരമായി. ആ ഒരു മോറൽ സ്റ്റാൻഡേർഡിന് മുമ്പിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും. അവിടെ ക്രിസ്തു ചെയ്തത് മാനവജാതിയുടെ പാപം, പഴയ ഉടമ്പടിയിൽ നമ്മുടെ പാപം നമ്മുടെ മേൽ ആരോപിച്ച് നമ്മളെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ, പുതിയ ഉടമ്പടി സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്. ആ നമ്മുടെ മേലെറിഞ്ഞ കല്ലിൻ്റെ കൊള്ളുവാനായി കർത്താവ് ചങ്കും വിരിച്ചങ്ങ് നിൽക്കുകയാണ്. ഞാൻ ചെയ്ത ഓരോ തെറ്റും, ഞാൻ ചെയ്ത കളവ്, ഞാൻ ചെയ്ത വ്യഭിചാരം, ഞാൻ ചെയ്ത കൊലപാതകം, ഞാൻ ചെയ്തത് മുഴുവൻ അവനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തതാണെന്നും പറഞ്ഞ ഒരാൾ ഏറ്റെടുക്കുന്നതാണ് ക്രിസ്തു ചെയ്തത്. അതാണ് ക്രൂശ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയിൽ പാപത്തിന് ശിക്ഷ കൊടുത്തേ ഒക്കത്തുള്ളൂ. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ഈ സദ്വർത്തമാനം, ഇനി ആരും പാപം ചുമക്കണ്ട, പാപപരിഹാരത്തിനായിട്ട് നമ്മളൊന്നും ചെയ്യാൻ വേണ്ട. ഇനി ഇവിടുന്ന് ജെറുസലേമിലേക്ക് തീർത്ഥാടനം ചെയ്യേണ്ട, കാളയാടിനെ യാഗം കഴിക്കേണ്ട, അവിടെ യെരുശലേം ദേവാലയത്തിൽ കൊണ്ട് എണ്ണ ഒഴിക്കേണ്ട. ഇതെല്ലാം ചെയ്താലും നമ്മുടെ യാഗം പരിപൂർണ്ണ അല്ലല്ലോ. പക്ഷെ ക്രിസ്തു നമുക്ക് വേണ്ടി അതെടുത്തു. ആ ഒരു ബോധ്യം ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരും എടുത്ത്, നിങ്ങൾ പാപിയല്ല, വാസ്തവത്തിൽ പാപിയല്ല. നിങ്ങളുടെ പാപത്തിൻ്റെ ചെയ്തു പോയ തെറ്റിൻ്റെ, നിങ്ങൾ ആ ഡിഗ്രി തെറ്റിയ എടുത്തത്, നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോയി, ആ ബിസിനസ് തുടങ്ങണ്ടായിരുന്ന, നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഭാരമില്ലേ, അതിന്ന് യേശുവിൻ്റെ മേലൊന്ന് കൊടുക്കണ്ട. 2000 വർഷം മുമ്പ് എടുത്തന്നേ. നിങ്ങൾക്ക് പറ്റിയ അബദ്ധമടക്കം നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല. ബസ്സേ കയറിയിട്ടും ഒരാളെ തലച്ചുമട് തലയെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും? താഴെ വെക്കണം. അതിന് പ്രത്യേക ഷെൽഫൊക്കെ ഉണ്ട്, അങ്ങോട്ട് വെച്ചാൽ പോരെ. നമ്മളല്ലേ ഇപ്പം ഇങ്ങനെ ബസ്സേ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ചുമട് തലയെ വെച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ വന്നത് മനുഷ്യൻ്റെ പാപഭാരം, അപരാധബോധം, തെറ്റുപറ്റിയോ നിന്നൊന്ന് വിട്ടേ, ഫ്രീ ആയിക്കേ. അപ്പോൾ പൗലൂസ്ലിഹ എന്ത് ചെയ്തു? തനിക്ക് തെറ്റൊന്നും ഇല്ലാഞ്ഞിട്ടല്ല കുടഞ്ഞത് പാമ്പിനെ. പൗലൂസ് തന്നെ പറഞ്ഞ ഞാൻ ലഭിച്ചെന്നോ തികഞ്ഞവനായെന്നൊന്നും ഞാൻ നിരൂപിക്കുന്നില്ല, പക്ഷേ എൻ്റെ നീതി ക്രിസ്തുവില. അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലൊരു വചനം വായിക്കുന്നുണ്ട്. പൗലൂസ് പറയാ, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ഞാൻ ന്യായപ്രമാണം മുഴുവൻ കറക്റ്റായിട്ട് അനുഷ്ഠിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കിട്ടുക, നീതിമാൻ കൊള്ളാം, അതല്ല എൻ്റെ ബലം. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി, ക്രിസ്ത്യാനിക്ക് നൽകുന്ന നീതി എന്നല്ല, കത്തോലിക്കന് നൽകുന്ന, പെന്തിക്കോസുകാരന് നൽകുന്ന, ഹെവൻലി ഫീസ്റ്റുകാരന് നൽകുന്ന നീതി എന്ന് ഇവിടെ ഇല്ല. വിശ്വസിക്കുന്നവൻ. ക്രിസ്ത്യാനി വിശ്വസിച്ചില്ല അവന് കിട്ടത്തില്ല. ഹിന്ദു വിശ്വസിക്കുക, മുസൽമാൻ വിശ്വസിക്കേണ്ട, കാൽവറിയിൽ യേശു എൻ്റെ പാപെടുത്തെന്നു അവന് നീതീകരണം കിട്ടും. ഇത് നീതി സ്വന്തമായിട്ട് കിട്ടിയതല്ല. നമ്മുടെ ദയാഹർജി നമ്മുടെ പ്രസിഡന്റ് കൊടുക്കുന്നതിൽ അർഹനല്ല. നമ്മുടെ നിയമപ്രകാരം തെറ്റുകാരനെ ശിക്ഷ വിധിച്ചേക്കത്തുള്ളൂ. പക്ഷെ പ്രസിഡന്റിന് ഒരു ചില ടേംസിൽ ഒരു തൂക്കിക്കൊല വേണ്ടെന്ന് വെക്കാം. അത് ദയാഹർജിയ, ഗ്രേസ് പീരീഡാണ്. സമയത്ത് ടാക്സ് അടച്ചേ ഒക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ട് ആ തെറ്റ് മാറ്റി വിടുക. കുറ്റക്കാരനല്ലെന്ന് വിധിക്കുക, കുറ്റക്കാരനാണ്. ഇതാണ് ക്രിസ്തുവിൽ ലഭിക്കുന്ന നീതി. മതം പറയുന്നത്, യഹൂദമതം പറയുന്നത്, നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ നിനക്ക്, അതിൻ്റെ പരിഹാരം നീ ചെയ്യാമെങ്കിൽ ചെയ്തോണം. അത് മാത്രം പോരാ, പിന്നെ നിൻ്റെ പിതാക്കന്മാർ ചെയ്തോടെ നീ വഹിച്ചോണം. ഇതും ചുമന്ന് പലരും നടക്കുകയാണ്. എൻ്റെ വീട് പോലെ ഇതുപോലെ പിതാക്കന്മാരുടെ ചുമട് 2 തലമുറ ശാപായിരുന്നു. വീട് വേറെ ഉണ്ടോ? ഞാനിനി അത് ചുമക്കത്തില്ല. തോമസ് ഊട്ടി പറഞ്ഞത് തയ്യാറല്ല ചുമക്കാൻ. ഞാൻ ഒരു പരിഹാരം ഒട്ട് ചെയ്തിട്ടില്ല. ഇന്നേ വരെ 1 രൂപ അതിന് കൊടുത്തിട്ടില്ല. ഹെവൻലി ഫീസിലും കൊടുത്തില്ല, എങ്ങും കൊടുത്തില്ല. കാൽവറിയിൽ യേശു ക്രിസ്തു അത് ചുമന്നാണ്. അത് പൗലൂസ് നല്ല ഉറപ്പായതുകൊണ്ടാണ് പാമ്പിനെ കുടഞ്ഞ് ദൂരോട്ട്. പാമ്പ്, എൻ്റെ മേത്ത് നിനക്കൊരു ജോലിയില്ല. ഇനി എനിക്ക് ഇച്ചിരി കുഴപ്പമുണ്ടെന്നേ, നീ എന്നെ കടിക്കാൻ പറയണ്ട. എൻ്റെ കുഴപ്പം തീർത്തത് യേശുവാണ്. എന്നും കൊണ്ട് കുഴപ്പം കാണിക്കാനാണ്. ഈ സ്നേഹം കണ്ടാൽ നമ്മൾ തെറ്റ് ചെയ്യത്തില്ല. ഇതാണ് ഈ ഈ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ സ്വയനീതിയും കർത്താവ് നൽകുന്ന നീതിയുമാണ്. ദൈവരാജ്യം ഒരു കല്യാണ സദ്യ കഴിച്ച, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. താഴെ ഞാനെല്ലാം വായിക്കുന്നില്ല. ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല. രാജാവ് വിളിച്ചത് മറ്റ് രാജാക്കന്മാരെ മഹത്തുക്കളെയാണ്. അവരാരും വന്നില്ല. എന്നാൽ എന്ത് ചെയ്തു? ഉടനെ ഈ രാജാവ് പറയാ, ദാസന്മാരുടെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. അതുകൊണ്ട് വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിക്കും. ഇതായി വഴിത്തലയ്ക്കലൊക്കെ ഒന്ന് സുവിശേഷം പറഞ്ഞ ഉപദേശിമാരെ കാണാൻ. എല്ലാവരെയും വിളിച്ചു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, വിഷം നോക്കി അന്ന് കലുങ്കയിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നവരൊക്കെ പെട്ടെന്ന് രാജകൊട്ടാരത്തിൽ കല്യാണത്തിന് വിളിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരുമോ? ഇപ്പം നമ്മളെല്ലാം വഴിയിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നേച്ച് പറയാം, ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ നിങ്ങൾക്ക് 10 ദിവസം താമസിക്കാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടും. ഇതുകൊണ്ടാണ് പലരും സുവിശേഷം സ്വീകരിക്കാം. പിന്നെ അങ്ങനെ അങ്ങ് സ്വർഗം കിട്ടുമോ? അങ്ങനെ അങ്ങ് അനുഗ്രഹം കിട്ടുമോ? കിട്ടും. ചില അർഹരായ യഹൂദൻ ഇത് പ്രാപിച്ചില്ല. നമുക്ക് ജാതികൾക്കിത് തുറന്നു തന്നിരിക്കുക. കുറേ പേര് ഓടി എല്ലാം കൂടെ ചെന്നു. അപ്പോൾ ഇതിനകത്ത് 2 കൂട്ടം ആൾക്കാരുണ്ട്. ഒന്ന്, വഴിവക്കലൊക്കെ നിന്ന് കീറിയ ഉടുപ്പൊക്കെ ആയിട്ട് രാജകൊട്ടാരത്തിൽ അവരുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ എൻ്റെ ഈ കീറിയ കൈലിയൊക്കെ കാണുമല്ലോ എന്നുള്ളത്. ഒരു ഉടുപ്പ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ രാജാവ് അകത്ത് വന്നപ്പോൾ, വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. ഇതാ സഭ. നല്ലവരെ കൂട്ടാം, ദുഷ്ടന്മാരെയും നല്ലവരെയും യാചകനും എല്ലാം കാണും. രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്ന് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. അവനെ കൈയും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിൽ തെളിവിനോടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. വിളിക്കപ്പെട്ടവർ അനേകർ തനജിക്കപ്പെട്ടവർ ചുരുക്കുമെന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? മറ്റവരെല്ലാം അവിടെ വാതുക്കൽ കല്യാണ വസ്ത്രം, ലക്ഷക്കണക്കിന് വിലയുള്ള കല്യാണ വസ്ത്രം കൊടുത്ത് അങ്ങോട്ട് കയറ്റുന്നു. അപ്പോൾ ഈ കലുങ്കയിലിരുന്നവർക്കൊക്കെ സന്തോഷമായി. എന്താ, എൻ്റെ ഇതൊന്ന് മറഞ്ഞു കിട്ടുമല്ലോ. പക്ഷെ അവിടെ വേറൊരാളുണ്ട്, വലിയ കുഴപ്പമൊന്നും കലുങ്കയിലിരുന്നല്ല, കുറച്ച് നല്ലൊരു അച്ചായനായിരുന്നു. പുള്ളി സ്വന്തമായിട്ട് തയ്പ്പിച്ചുകൊണ്ടിരുന്ന വസ്ത്രം അത് കാണിക്കണമെന്നുള്ള മാത്രമല്ല, ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ പോയി നിന്നാൽ
ഞാനും അതിലൊരുത്തനാൻ ചിന്തിക്കുകയല്ലേ? അപ്പോൾ ഈ കല്യാണ വസ്ത്രം ഇട്ടിരിക്കുന്ന എല്ലാം കുഴഞ്ഞ പാർട്ടിയാണ്. അതുകൊണ്ട് ചെല്ലു പറഞ്ഞ് എനിക്ക് സുവിശേഷമൊന്നും വേണ്ട, എനിക്കിപ്പോൾ സ്നാനപ്പെടണമൊന്നും ആവശ്യമില്ല, അതെല്ലാം വല്ല അവരെല്ലാം മോശക്കാർ, ഞാൻ നല്ലവനുമാണ്. അതുകൊണ്ട് ആ കല്യാണ വസ്ത്രം പുള്ളി മേടിച്ചില്ല. പുള്ളി കുറച്ച് നല്ല വസ്ത്രമാണ്, പുള്ളിക്ക് തന്നെ തോന്നി. അതാണ് ഈ സ്വയനീതി. ഞാനൊരു കാര്യം പറയാം. ആ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടവളുടെ, കുരിശിലെ കള്ളൻ്റെയും പൗലൂസ് എന്ന കുലപാതകയുടെ അതേ ക്യൂവിൽ കൂടെ മാത്രമേ രക്ഷ മാനവജാതിക്ക് കിട്ടും. ഞാനിതൊക്കെ ചെയ്തതാ, നല്ലതാണെന്ന് പറഞ്ഞ് അവിടെ ചെല്ലാനൊക്കെ. അപ്പോൾ പൗലൂസിന് സ്വയനീതി ഒന്നും പറയാനാണ് എനിക്ക് ഒത്തിരി കാര്യമുണ്ട്. അദ്ദേഹം പറയുക, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ ഒക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഇതെല്ലാം ക്രിസ്തു തരുന്ന നീതിയുടെ മുമ്പിൽ മലം പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് യേശു നിങ്ങളുടെ എൻ്റെ സകല തെറ്റും കുറ്റവും പാപവും അബദ്ധങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. ആ രോഗത്തോട് മാറി നിൽക്കാൻ പറയണം, ആ ശാപത്തോട് മാറി നിൽക്കാൻ പറയണം. പക്ഷെ പരാജയം വന്നെന്നേ, ആ എടുത്ത കോഴ്സ് തെറ്റി പോയെന്നേ, ആ തെറ്റിയിടത്തിൽ നിന്ന് ഇനി ഉയർത്താൻ പറ്റും. അതാണ് യേശുവിലുള്ള വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ജയകരമായ പ്രതിസന്ധി വരുമ്പോഴും അത് അടുത്തത് വന്നോളൂ എന്നുള്ള ഉറപ്പുള്ള, അപ്പോൾ തന്നെ മരണത്തെ ഭയക്കണ്ട, നിത്യജീവനെക്കുറിച്ച് ഉറപ്പുള്ളവരായി ജീവിക്കാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഈ ലോകത്ത് വന്നത് ധൈര്യമുള്ളൊരു ജീവിതം, ഞങ്ങൾക്കൊക്കെ തെറ്റ് പറ്റിയുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കർത്താവെ ഞങ്ങളത് ചുമക്കത്തില്ല, ഞങ്ങൾ തെറ്റ് പറ്റിയത് ഞങ്ങൾ ഏറ്റുപറയുന്നു. തങ്ങളുടെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. മനുഷ്യരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊരു സോറി പറയണം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന ഞാനും എല്ലാവരും ഒന്ന് ഫ്രീ ആകട്ടെ, പാപഭാരം മാറട്ടെ, യേശു ക്രൂശിൽ മാറ്റേണ്ട ഉറപ്പുണ്ടാകട്ടെ. അത് വെച്ച് ഇനി പിശാച് ആരെയും കുറ്റം വിധിക്കുക, നീ കുറ്റക്കാരനാ, നീ കുഴപ്പക്കാരനാ എന്ന ചിന്ത മനസ്സിൽ നിന്ന് പോയി നിത്യജീവൻ്റെ ഉറപ്പ്, സമാധാനമുള്ള ജീവിതം ഈ ഭൂമിയിലുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു കർത്താവെ. രോഗികളായി കേൾക്കുന്നവരെ ആ നീതിയുടെ ബലത്തിൽ, യേശു ഞങ്ങളുടെ രോഗം കാൽവറിയിൽ വഹിച്ചെങ്കിൽ ആ നീതിയുടെ ബലത്തിൽ സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങൾ കർത്താവെ ഈ ദിവസങ്ങളിൽ പുതുതായിട്ട് സ്കൂളിലോട്ട് പോകുന്നു, അവരുടെ കൂടെ ഇരിക്കണമേ. ബിസിനസ്സുകൾ, മറ്റെല്ലായിടത്തും അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ നമ്മുടെ എപ്പിസോഡുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വളരെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഈ നിങ്ങൾക്ക് ഇതുമായിട്ട് പ്രാർത്ഥിക്കാനും ഈ ശുശ്രൂഷയിൽ സഹകരിക്കാനും ഒക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതേ സമയം വീണ്ടും കാണാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.